ഉറി സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം സ്ഫോടനം. 2 ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു. സൈനിക ക്യാമ്പിലുണ്ടായ അപ്രതീക്ഷിത ഗ്രനേഡ് സ്ഫോടനത്തിലാണ് 2 ഇന്ത്യൻ സൈനികർക്ക് ജീവൻ നഷ്ടമായത്. ഭീകരരുടെ സാന്നിധ്യമുള്ള സ്ഥലമായതിനാൽ തന്നെ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളായിരുന്നു ഇവിടെ വിന്യസിപ്പിച്ചിരിക്കുന്നത്. ഈ അപകടവുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണമാണിപ്പോൾ അതിനായി തന്നെ അവിടെ ഉദ്യോഗസ്ഥർ ഉത്തരവിട്ടിരിക്കുന്നത്. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള കാൽമേക്കോട്ട് സൈനിക ക്യാമ്പിലാണ് സംഭവം. ഇങ്ങനെ സംഭവിച്ചതിൽ എന്താണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത് എന്നതും ഇതുവരെ വ്യക്തമായിട്ടില്ല. ഭീകരരുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ എന്നതും അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് വിലയിരുത്തൽ. ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ക്യാമ്പിൽ ഡ്യൂട്ടി മാറ്റത്തിന്റെ ഭാഗമായി ആയുധങ്ങൾ കൈമാറുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഹാൻഡ് ഗ്രനൈഡ് അപ്രതീക്ഷിതമായി തന്നെ പൊട്ടിത്തെറിച്ചത് എന്നതാണ് വ്യക്തമാക്കുന്നത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ 2 ജവാന്മാർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റ സൈനികരെ ഉടൻ തന്നെ അവിടെ ശ്രീനഗറിലെ ഒരു കണ്ടോൺമെന്റ് സൈന്യത്തിന്റെ 92 ബേസ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. രാജ്യസുരക്ഷയ്ക്കായി തന്നെ സേവനം അനുഷ്ഠിക്കുന്നതിനിടയിലാണ് ഇരുവരും അവിടെ ജീവൻ പൊലിഞ്ഞത്. മഹാരാഷ്ട്ര സ്വദേശികളായ അർജുൻ ജവാദും അതുപോലെ വിക്രം ബാലകൃഷ്ണനുമാണ് മരണപ്പെട്ട ജവാന്മാർ. ഇരുവരും ഇന്ത്യൻ സൈന്യത്തിന്റെ 8 രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. സഹപ്രവർത്തകരും സൈനിക വൃത്തങ്ങളും ഇതുവരെയും അതായത് ഇരുവർക്കും വേണ്ടിയും ആദരപൂർവ്വം അനുസ്മരിക്കുകയാണ് ഇപ്പോൾ. സംഭവത്തെ തുടർന്ന് ഇന്ത്യൻ കരസേന അവിടെ വിശദമായ ഒരു അന്വേഷണത്തിനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഗ്രനേഡ് അവിടെ എങ്ങനെ പൊട്ടിത്തെറിച്ചു, സുരക്ഷാ നടപടികളിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിരുന്നോ എന്നത് തുടങ്ങി പരിശോധനകൾക്ക് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ് എന്നതാണ് സൈനിക വൃത്തങ്ങൾ അവിടെ അറിയിച്ചിരിക്കുന്നത്. സ്ഫോടനം നടന്ന ഉടൻ തന്നെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ക്യാമ്പിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള അതീവ സുരക്ഷാ മേഖലയായതിനാൽ തന്നെ സംഭവത്തെ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് സൈന്യം കണക്കാക്കുന്നത്. അതേസമയം വീരമൃത്യു വരിച്ച ജവാന്മാരുടെ ഭൗതിക ശരീരം ഔദ്യോഗിക സൈനിക ബഹുമതികളോടുകൂടി തന്നെ ജന്മനാടായ മഹാരാഷ്ട്രയിലേക്ക് എത്തിക്കാനുള്ള സൈനിക നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സഹപ്രവർത്തകർക്കും ഇടയിൽ വലിയ ദുഃഖമാണ് ഈ വാർത്ത സൃഷ്ടിച്ചിരിക്കുന്നത്. രാജ്യസേവനത്തിനിടയിൽ തന്നെ ജീവൻ ബലിയർപ്പിച്ച ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള കമൽകോട്ട് സൈനിക ക്യാമ്പിൽ വെച്ചാണ് സംഭവം നടക്കുന്നത്. ക്യാമ്പിലെ ഡ്യൂട്ടി മാറ്റത്തിന്റെ ഭാഗമായി ആയുധങ്ങൾ പരസ്പരം കൈമാറുന്നതിനിടെ തന്നെ ഒരു ഹാൻഡ് ഗ്രനൈഡ് അബദ്ധത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നതാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കുന്നത്. അതേസമയം മഹാരാഷ്ട്ര സ്വദേശികളായ അർജുൻ ജവാദ്, വിക്രം ബാലകൃഷ്ണ എന്നിവരായിരുന്നു അവിടെ ജീവൻ പൊലിഞ്ഞ ജവാന്മാർ. ഇരുവരും ഇന്ത്യൻ സൈന്യത്തിന്റെ 8 രാഷ്ട്രീയ റൈഫിൾസ് വിഭാഗത്തിന്റെ സൈനികരാണ്. സ്ഫോടനം നടന്ന ഉടൻ തന്നെ ക്യാമ്പിലും പരിസര പ്രദേശങ്ങളിലും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. വീരമൃത്യു വരിച്ച സൈനികരുടെ ഭൗതിക ശരീരങ്ങൾ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ ജന്മനാടായ മഹാരാഷ്ട്രയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു അപകടം അവിടെ ഉണ്ടാവുകയും ഇതിന് പിന്നിൽ എന്താണ് എന്നുള്ളതിൽ കൂടുതലായുള്ള സമഗ്രമായ അന്വേഷണത്തിനായി തന്നെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.